എല്ലാ മാസം തുടക്കത്തിൽ നാസർക്കാർ വിളിക്കും മാക്സിമം. നാസർക്കാർ നമ്മൾ വീഡിയോ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? വീട് നല്ല റെസ്പോണ്ടാണ് മാഷാഅല്ലാ. നിങ്ങളോടുള്ള വിശ്വാസം നമ്മളോടും കൂടി ആളുകൾ തരുന്നുണ്ട്. ഓക്കെ, കാരണം ഞാൻ എല്ലാ ഷോറൂമിലും ഇവിടെ കയറി കഴിഞ്ഞാലും വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്യണമെന്ന് പറയും. പക്ഷെ നാസർക്കാരുടെ അടുത്ത് ഞാൻ അത് പറയാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ മൂപ്പര് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി പറയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂപ്പരെ പറ്റിക്കാന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. കാരണം ക്രിസ്റ്റ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. എത്ര ക്രിസ്റ്റ് ഉണ്ട് പ്രാവശ്യം? 2, 4, 6 ഒരു 10 റിസ്റ്റ് ഉണ്ടല്ലേ? 10 റിസ്റ്റ് ഉണ്ട്. പക്ഷെ ഉള്ള മൂപ്പര് മാസത്തിൽ ഇത്രേ എടുക്കുള്ളൂ. പക്ഷെ അത് സെയിൽ ചെയ്ത് അടുത്ത മാസം പുതിയ ക്രിസ്റ്റം കൊടുക്കുക. ഈ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 കോടി റേറ്റ് വരുന്നതാ. സാധനം മുതലേതാ? ഇത് എസ് ക്ലാസ് ആണ്. S350 കൺവേർട്ട് ചെയ്തതാണ്. 36 ലക്ഷം റുപ്യക്കാണ് തരാൻ പോകുന്നത്. അപ്പൊ ക്രിസ്റ്റൻ എന്താ ഓഫർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ക്രിസ്റ്റ നമ്മൾ ലാസ്റ്റ് പൈന എത്ര പറഞ്ഞത്? ഇത് നമുക്ക് 11-35 ക്രിസ്റ്റ 11-25 ഇതാ 2012 Z ഓട്ടോമാറ്റിക് വരുന്നത്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം, ഫിനാൻസ് ഇവിടെ ഇല്ല. റെഡി ക്യാഷ് കയ്യിലുണ്ടോ ഇങ്ങോട്ട് വരാൻ നാസർക്കാന്റെ കയ്യിൽ കൈയ്യൊടുക്കുക, വണ്ടി എടുത്ത് നിങ്ങൾക്ക് പോവാ. ഈ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഓഫർ? റംസാനുമാണ്, പെരുന്നാളാണ്, ഓഫർ തന്നെ. ഫുൾ ഓഫർ മാക്സിമം റേറ്റ് പൊട്ടിച്ച് കിട്ടുന്നവർക്ക് മാക്സിമം പെട്ടെന്ന് ടോക്കൺ അടിക്കുക, എടുക്കുക. റേറ്റ് പൊട്ടിക്കണം. എന്റെ ചാനൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമൊക്കെ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോ ചെയ്തിട്ട് പിന്നെ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു 3 ദിവസം ഗ്യാപ്പ് ഇടണ്ടേ. ഇപ്പൊ എന്റെ ചാനലിൽ നോക്കി കഴിഞ്ഞാല് മാസത്തില് 1, 2, 3 വീഡിയോ അത്രേ ഉള്ളൂ. ഞാൻ അത്രക്ക് പരമാവധി കുറച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നാസർക്ക സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളെ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഇന്ന വരെ ഞാൻ പറയുന്നില്ല ഇത് വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്യണം, സാറ്റിസ്ഫൈഡുമായിട്ട് വണ്ടി എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇന്നേ വരെ എനിക്കൊരു നെഗ് വന്നിട്ടില്ല. അതിനെ കൊണ്ടാണ് ഞാൻ ഇതാക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എന്താണ് സ്പെഷ്യൽ ആയിട്ട് എന്താണ് നാസർക്കാരുള്ളത്? നമ്മളിപ്പോ ഉള്ള വണ്ടികളൊക്കെ നമ്മൾ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഏകദേശം വണ്ടിയൊക്കെ സോൾഡ് ആണ്. അതിലൊരു 1, 2, 3 വണ്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതും കഴിഞ്ഞ വീഡിയോ ചെയ്ത റേറ്റിന് പൊട്ടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ വണ്ടി. ഇത് മോഡൽ വരുന്നത് ക്രിസ്റ്റ. ഇത് വരുന്നത് 2018 മോഡൽ Z ഓട്ടോമാറ്റിക്. UK ഉത്തരാഖണ്ഡ്. 2018 Z ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ പിന്നെ 2018 130. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. 2018 Z ഓട്ടോമാറ്റിക്കും നമുക്ക് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് 11,400 കൊടുക്കാം. 11 ലക്ഷം Z ഓട്ടോമാറ്റിക് 26,000 രൂപയ്ക്ക് 14,000 നമ്മൾ ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ, ആ ക്രിസ്റ്റ നമ്മൾ വരുന്നത് ഇത് വരുന്നത് 2016 മോഡൽ Z ഓട്ടോമാറ്റിക്. 2016 Z ഓട്ടോമാറ്റിക് നമ്പറായ വണ്ടി. കേരള നമ്പർ ആയതാണ്. ഓപ്ഷൻ ഏതാ പറഞ്ഞത്? Z ഓട്ടോമാറ്റിക്. റീപ്ലേസ് എന്താണ്ടോ? ഒന്നുമില്ല, മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് ചോദിക്കണ്ട, ഏകദേശം വണ്ടിയൊക്കെ മെയിൻ ഗ്ലാസ്. ഹിസ്റ്ററി പക്കാണ്. ലാസ്റ്റ് ഫൈനൽ റേറ്റ് ആണ് മുത്തർബായി പറയുന്നത്. അതായത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ പറയാം, തർക്കിക്കരുത്. അത്രയും റേറ്റ് പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത്. കസ്റ്റമർ ദയവ് വിചാരിച്ചത് മാനിക്കണം. കാരണം ഇവിടെ വന്നിട്ട് പലപ്പോഴും നമ്മളതിൽ വിഷമം ഉണ്ടാവുന്നുണ്ട് കാര്യത്തില്. നമ്മൾ ഈ പൊട്ടിച്ച റേറ്റ് പറഞ്ഞാൽ പൊട്ടിച്ചത് തന്നെയാണ്. ഇതിപ്പോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ 15 റുപ്യ ചോദിച്ചതിന് വണ്ടിയാണ്. എനിക്ക് ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ വീഡിയോയില്. ഈ വണ്ടി നമ്മൾ 14,80 14,80 ഫൈനലായിട്ട് ഇങ്ങനെ തരാൻ വേണ്ടി പോകുന്നത്. കേരള നമ്പർ പെരുന്നാൾക്ക് കസ്റ്റമർ കൊണ്ടോട്ടെ. ഓക്കെ, ഈ ക്രിസ്റ്റ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2019. അതേപോലെ തന്നെ നമ്മൾ റേറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കണത് 16,75. 2019 Z ഓട്ടോമാറ്റിക് 1 ലക്ഷം ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള. ഒന്നുമില്ല. ഇതും മെയിൻ ഗ്ലാസ് റീപ്ലേസ്. മെയിൻ ഗ്ലാസ് മാത്രം. 7 സീറ്റർ തന്നെ. 16,75 16,75 NOC റേറ്റ് ആണ്. 16,75 മോഡല്. 2019 16,75 വിത്ത് NOC റേറ്റ്. ഇത് 2018 ഒറിജിനൽ കേരള. 2018 ഒറിജിനൽ കേരള. അത് നമ്മൾ മുന്നേ ഇതിന്റെ ഷേപ്പ് ഒന്ന് മാറി. ഇത് സോറി, ഇത് ഇതന്നെ ഷേപ്പ് ഒന്ന് മാറി. നമ്മള് ഷേപ്പ് ഒന്ന് മാറി. 2018 ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് G ഓട്ടോമാറ്റിക്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇത്ര പക്ക ലോ കിലോമീറ്റർ. 62,000 കിലോമീറ്റർ. 7 സീറ്റർ സ്റ്റാൻഡേർഡ് കളർ. നോ റീപ്ലേസ്മെന്റ്. ഓക്കെ, കേരള നമ്പർ ആക്കിയിട്ട്. അല്ല, ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ്. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഇതിന് മുന്നേ ഈ ഷേപ്പ് മാറുന്നതിന് മുമ്പ് നമ്മൾ 19 ചോദിച്ചിട്ടുണ്ട്. മാറിയിട്ട് നമ്മൾ 19,000 കൊടുക്കാം. 19 ഷേപ്പ് മാറിയിട്ട് 19,000 ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ, ഈ ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2018 G ഓട്ടോമാറ്റിക്. 2018 G ഓട്ടോമാറ്റിക്. 17 മാനുഫാക്ചറിംഗ്, ലാസ്റ്റ് 18 രജിസ്ട്രേഷൻ. 18 രജിസ്ട്രേഷൻ. മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ്. കിലോമീറ്ററോ?
പിന്നെ കിലോമീറ്റർ 1,00,000 ജെനുവൻ കിലോമീറ്റർ. ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് റീപ്ലേസ്. ഹിസ്റ്ററി പക്കാല്ലേ? ഹിസ്റ്ററി പക്ക, പ്രോപ്പർ ഹിസ്റ്ററി. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ഇതും ഇതേപോലെ തന്നെ പൊട്ടിച്ച റേറ്റ്. ഡൽഹി പ്രൈസ് തന്നെ പറയാം. കാരണം ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് 30,000 രൂപ കോസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടിയാണ് കുറച്ചാൽ ഡൽഹി പ്രൈസ് ആയി. എത്രയായി? ഇത് നമുക്ക് 12 MB കൊടുക്കാം. 12,80,000 2018 മോഡൽ. ഓക്കെ, ഈ ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? ഇത് നമ്പർ ആക്കിയ വണ്ടി. ഇത് വന്നിട്ട് പിന്നെ 260 ഓട്ടം. 260 ഓട്ടം. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് നമ്പർ ആയ വണ്ടി. Z ഓട്ടോമാറ്റിക് 2017 മോഡൽ. 2017 Z ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? അത് നമ്പർ ആയ വണ്ടി കേട്ടോ. രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടിയാണ്. ഞാൻ ഇത് അഡീഷണൽ ചെലവൊന്നുമില്ല. കിലോമീറ്റർ വന്നിട്ട് 2,60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം. അതും ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓട്ടം കൂടുതൽ എന്നുള്ള ഒറ്റ മൈനസ്, വേറെ ഒന്നുമില്ല. ടയോട്ടയാണ്. ഓട്ടം കൂടുതൽ വിഷയമുള്ള സംഭവമല്ല. ഈ വണ്ടി നമുക്ക് 15,35 കൊടുക്കാം. 15,35 കേരള നമ്പർ ആക്കിയിട്ട് 2017 നമ്പർ ആയത്. UP ഇത് V ഓപ്ഷനിൽ വരുന്ന വണ്ടി. 2016 മോഡല്. 2016 7 സീറ്റർ തന്നെ. 7 സീറ്റർ തന്നെ. ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർ. കിലോമീറ്റർ 1:30. 1:30. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയാനില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ടാവും. മെയിൻ ക്ലാസ് ഒരു 90% വണ്ടിന്റെ റീപ്ലേസ് ആണ്. ഈ വണ്ടി നമുക്ക് ഇതേമാർക്ക് ഒരു 10:35 ഇതും കൊടുക്കാം. 2017 260 ഓട്ടം ഫുൾ. 270 ഓട്ടം ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 2017 വണ്ടി. 271 ഓട്ടോ. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം. ഹിസ്റ്ററി ഫുൾ പക്ക ഹിസ്റ്ററി. റീപ്ലേസ്മെന്റ് ഇല്ല. മെയിൻ ഗ്ലാസ് ഒറിജിനൽ ആണ്. റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഈ വണ്ടി നമുക്ക് 10,90 കൊടുക്കാം. നെറ്റ് പ്രൈസ്. കട്ട് ഓഫ്. സോൾഡ് ആണ്. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ സോൾഡ് ആയിട്ടുണ്ട്. വണ്ടി പോയിട്ടില്ലാന്നുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യമുള്ള ഫോർച്യൂണർ തന്നെയാണ്. പൊട്ടിക്കാണ്. 8 നമ്മൾ ചോദിച്ച വണ്ടിയാണ്. 7,90 കൊടുക്കാം. പൊട്ടിക്കാൻ പ്രോഫിറ്റ് വിത്തൗട്ട് പ്രോഫിറ്റ് പെരുന്നാൾ ആളുകൾ അടിച്ചു പൊറിക്കണം. അല്ല, ഇത് 4 വീൽ മാനുവൽ. ഒറിജിനൽ കേരള. 2009-10 റിന്യൂവൽ കഴിഞ്ഞത്. 30 നോക്കിയാൽ മതി. 2030 റിന്യൂവൽ നോക്കിയാൽ മതി. ലാസ്റ്റ് 8,90. 10-60 റുപ്യ കേരള വണ്ടി നമ്മൾ പൊട്ടിക്കലില്ല. മാക്സിമം ഒരു 10 രൂപ കുറക്കണം. ഇത് പ്രോഫിറ്റ്ലെസ് ആണ്. വണ്ടി പോട്ടെ. നല്ല നേക്ക് പ്രൈസ് ആണ്. അതായത് വണ്ടികൾ കിട്ടും മുത്തർബായി. ഇതിനും കുറച്ച് വണ്ടികൾ കിട്ടും. പക്ഷെ ഈ ക്വാളിറ്റിയുള്ള വണ്ടി കിട്ടൂല. അത്രേ ഉള്ളൂ. XU വന്നിട്ട് 2017 W6 ഓട്ടോമാറ്റിക്. 2017 സിംഗിൾ ഓണർ ആണ്. ഇത് നമ്പർ ആക്കിയിട്ടാണ് കൊടുക്കുക. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം. നമ്പർ ആക്കിയിട്ട് നമുക്ക് ഒരു 6,15 ഇൻഷാല്ലാ കൊടുക്കാം. ഒരു പ്രൈസ് പറയാണ് കേട്ടോ. കാരണം അത് കറക്റ്റ് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്നാലും ഒരു 6,15 കൊടുക്കാന്നുള്ള പ്രതീക്ഷ ഇൻഷാല്ലാ. അമേസ് വന്നിട്ട് പുതിയ വണ്ടി. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. വെറും 9,000 കിലോമീറ്റർ. 2024 ലാസ്റ്റ്. 2024 9,000 കിലോമീറ്റർ. VX പെട്രോൾ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പുതിയ വണ്ടി. അതൊരു ഒരു സ്വിഫ്റ്റ് പുതിയ വിലക്കാണ് കൊടുക്കാം. എത്ര? നമുക്കൊരു പിന്നെ ഒരു 7,80 കൊടുക്കാം. 7,80,000 കിലോമീറ്റർ. 9,000 VX ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ. ഈ സ്വിഫ്റ്റോ ഇത് ടോക്കൺ ആയിട്ടുണ്ട്. പക്ഷെ സെയിൽ കൺഫേം അല്ല. എന്തായാലും നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇത് 2023 ലാസ്റ്റ്. സിംഗിൾ ഓണർ 18,000 കിലോമീറ്റർ ഓടെ VXI. പെട്രോള് മാനുവല്. അപ്പം പിന്നെ ഈ വണ്ടിക്ക് ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 6,70 ആണ്. ലാസ്റ്റ് ഫൈനൽ നമ്മൾ കൈ കിട്ടേണ്ട റേറ്റ്. വണ്ടി ഏകദേശം സോൾഡ് ആണ്. ടോക്കൺ വന്നിട്ടുണ്ട്. ഒരു ഫിനാൻസിന്റെ പ്രശ്നമുണ്ട്. അതൊന്നും തീരുമാനം. അൾട്ടീസ് 2012 മോഡല്. GL ഫുൾ ഓപ്ഷൻ പെട്രോള്. തേർഡ് ഓണർഷിപ്പിൽ നമ്പർ ആയ വണ്ടി. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 55,000 എങ്ങാണ്ട് ഓടിയിട്ടുള്ളൂ. ഇപ്പൊ വന്നിട്ടുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഇല്ല. ഒരു റീപ്ലേസും ഇല്ല. ഇത് നമുക്കൊരു ഇതൊക്കെ ചെറിയ പൈസക്ക് നല്ല വണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പെരക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി കേട്ടോ. അത് നമുക്കൊരു 3,85 ഇൻഷാല്ലാ നമുക്ക് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു 1 കോടിന്റെ മുകളിൽ റേറ്റ് വരുന്ന ഇതൊരു മുതലാണ്. ഇത് S350 മാറ്റിയതാണ്. കൺവേർട്ട് ചെയ്ത വണ്ടി.
അതായത് വണ്ടി ഭ്രാന്തന്മാർക്ക് എടുക്കുക, ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി, ഒറിജിനൽ കേരള 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. അതായത് എത്ര ലക്ഷം കുറയണമെന്നാണ് കണക്കൂട്ടി വിട്ടത്. നമുക്കൊരു 36 ലക്ഷം റുപ്യക്ക് ഇത് ക്ലോസ് ചെയ്യാം. 36 ലക്ഷം രൂപ ക്ലോസ് ചെയ്യാം. ഏകദേശം ഓൺ ദ റോഡ് എത്ര വരും ഇത്? ഓൺ ദ റോഡ് എന്തായാലും ഒരു 1.5 CR വരുന്ന വണ്ടിയാണ്. 1.5 CR വരുന്ന വണ്ടി 36 ലക്ഷം റുപ്യക്കാണ് നാസർക്ക തരാൻ പോകുന്നത്. നാസർക്ക നമ്മൾ ഓൾമോസ്റ്റ് വണ്ടി കഴിഞ്ഞത് വരാണ്ടോ? ഇല്ല, ഇപ്പൊ ഏകദേശം വന്ന വണ്ടികൾ ഫുള്ള് നമ്മള് ഇൻക്ലൂഡ് ചെയ്തു, കാണിച്ചു. നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത്, കറക്റ്റ് സ്പോട്ട് വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി, നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിന് അവിടുന്ന് കറക്റ്റ് 12 കിലോമീറ്റർ, കീശ്ശേരി സെക്കൻഡ് സൗത്ത് എന്ന് പറഞ്ഞ സ്ഥലം. മോട്ടോറിസം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നാസർഖാന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ, മിസ്സാക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്കുള്ള ഒരു സുവർണ്ണ അവസരമാണ്.